ഈ കാഴ്ചകൾ കണ്ടോ? നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ട്. ഇതൊരു വനപ്രദേശമാണ്. ആലപ്പുഴയോ കുമരകമോ ഒന്നുമല്ല, ആന ഇറങ്ങുന്ന സ്ഥലം. കാനന ഭംഗി ആസ്വദിച്ചൊരു യാത്രയും കുറേ കാഴ്ചകളും. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. വൺ ഡേ ട്രിപ്പിന് നല്ല വഴി. വനത്തിലൂടെയുള്ള യാത്രയിൽ ചിലപ്പോൾ ആനയോ പുലിയോ ഒക്കെ മുമ്പിൽ ചാടാം. നമ്മൾ എത്തിയിരിക്കുന്ന പുതത്താങ്കെട്ടിലാണ്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിന് സമീപമുള്ള പുതത്താങ്കെട്ട് എന്ന ഡാം. ഈ പുറകിൽ കാണുന്നതാണ് പുതത്താങ്കെട്ട് ഡാം. ഈ ഡാമിനൊരു ഐതിഹ്യമുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ഒരു ഭൂതം ഇവിടെ അണക്കെട്ടുണ്ടാക്കി എന്നാണ് ഐതിഹ്യം. ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാണ് പുതത്താങ്കെട്ട് ഡാം. അപ്പൊ പഴയ അണക്കെട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം ഇതൊരു പുതിയ പാലം ഇവിടെ പണിതിരിക്കുകയാണ്. ഇതാണ് ഒരു പുതിയ പാലമാണ്. ഈ പാലം പണിത ശേഷം ആ പഴയ അണക്കെട്ടിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ആ വഴിയെ വണ്ടി വിടുന്നില്ല. വണ്ടി മുഴുവൻ വിടുന്നത് ഈ പാലത്തെ കൂടെയാണ്. അപ്പം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പുതത്താങ്കെട്ട് പുതിയ പാലത്തിലാണ്. ഇതേ കാണുന്നതാണ് പുതത്താങ്കെട്ട് അണക്കെട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു അവധി ദിവസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ ഒരു ട്രിപ്പ് വരാനൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ് ഈ പുതത്താങ്കെട്ട് ഡാം. അപ്പോൾ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട്. ബോട്ടിംഗ് ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റും. അത് ശരിക്കും വനത്തിൽ കൂടെ ഉള്ള ഒരു റോഡാണ്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പുതത്താങ്കെട്ട് ഡാം. അടിപൊളി സ്ഥലമാണ്. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്ന് കാണുക. നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ കാണാം. ഇത് കണ്ടോ? ആരായിരിക്കണെന്ന് നോക്കി. ബോർഡിന്റെ മുകളിലിരിക്കുന്ന ആളെ കണ്ടോ? ഇവിടെ മുഴുവൻ വാനരന്മാരാണ് കേട്ടോ. ശരിക്കും സമയം പോകുന്ന അറിയില്ല. ഇവർ കാണിക്കുന്ന കുസൃതികളും ഈ കാഴ്ചകളും കണ്ട് നിന്നു പോകും ഇവിടെ. അപ്പം നമ്മളിനി ഇവിടുന്ന് പോകാൻ പോകുന്നത്, പുതത്താങ്കെട്ടിൽ നിന്നും പോകാൻ പോകുന്നത് വടാട്ടുപാറ വഴി ഇടമലയാറിനാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്കിനി പോകാം. പിന്നെ ഇവിടെ എത്തിയ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. അപ്പം വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽ കയറി ഈ ഡാമിലൂടെ ഒന്ന് കറങ്ങാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വാച്ച് ടവറിൻ്റെ അങ്ങോട്ട് പോകാം. ഇവിടെ ഫാമിലിയായും കപ്പിൾസായിട്ടും ഒക്കെ സന്ദർശിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ പുതത്താങ്കെട്ട്. ഇതാണ് വാച്ച് ടവർ. വാച്ച് ടവർ അടച്ചിട്ടേക്കുവാണ്, അല്ലേ നമുക്ക് കയറായിരുന്നു. ഇവിടെ ബോട്ടിങ്, ഫോറസ്റ്റ് ട്രെക്കിങ്, വാച്ച് ടവർ, കുട്ടികളുടെ പാർക്ക്, അങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. അപ്പം നമുക്കിനി കുട്ടികളുടെ പാർക്കൊന്ന് പോയി കയറി കാണാം. 10 രൂപയാണ് ഇവിടെ പ്രവേശന ചാർജ്. അപ്പം നമ്മൾ ഈ പാർക്കിൽ കയറിയേക്കുവാണ്. ഇതേ കാണുന്നതാണ് ഡാം കേട്ടോ. അതിന് ചുറ്റുവട്ടത്താണ് ഈ പാർക്ക്. കുട്ടികൾക്കായിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, ഒരു തവളയുടെ വായിലൂടെ ഇതുണ്ട്. നമുക്കങ്ങ് കയറിപ്പോം. ഇങ്ങനെ അങ്ങ് കയറി ഇങ്ങനെ അങ്ങ്